പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ തിരുസഭ വിചിന്തനത്തിനായിട്ട് തന്നിട്ടുള്ള വചനഭാഗം ലൂക്കയുടെ സുവിശേഷം 4-ാം അധ്യായം 1 തുടങ്ങി 13 വരെയുള്ള വാക്യങ്ങളാണ്. ഈ വചനഭാഗത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട, പ്രത്യേകിച്ച് വചന ശുശ്രൂഷയിൽ ആയിരിക്കുന്ന നമ്മൾ ശ്രദ്ധിക്കേണ്ട തലത്തിൽ നിന്നുകൊണ്ട് 1-2 ചിന്തകൾ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനായിട്ട് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാനിൽ നിന്ന് മടങ്ങി ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു എന്നുള്ളതാണ്. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാനിൽ നിന്ന് മടങ്ങി. ഇവിടെ നമ്മൾ വിശുദ്ധ നാടുകളിൽ സന്ദർശിക്കുമ്പോൾ 2 ജലസ്രോതസ്സുകൾ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് നല്ലതാണ്. ഒന്ന് ജോർദാൻ, മറ്റൊന്ന് ചാവുകടൽ. ജോർദാന്റെ പ്രത്യേകത, അത് ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ പൂർവികർ പറയുന്ന ഒരു ഭാഷാ ശൈലിയുണ്ട്, ഒഴുകുന്ന വെള്ളത്തിൽ അഴുക്കുണ്ടാകില്ല. ഒഴുകുക എന്ന് വെച്ചാൽ 2 സംഭവങ്ങൾ, 2 ദിശകൾ നമ്മൾ ധ്യാനിക്കേണ്ടതുണ്ട്. ഒഴുകണമെങ്കിൽ ഒരു വരവുണ്ടാകണം, ഒരു ചെലവുണ്ടാകണം. വരുന്ന സ്രോതസ് നോക്കാതെ, പോകുന്ന സ്രോതസ് നോക്കാതെ നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നിൻ്റെ പേരാണ് ഒഴുക്കെന്ന് പറയുക. ക്രൈസ്തവ ജീവിതം ഇപ്രകാരമുള്ള ഒരു ഒഴുക്കിൻ്റെ പ്രതീകാത്മകതയായിരിക്കണം. ജോർദാൻ തരുന്ന പാഠം ഇതാണ്: ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച് മനുഷ്യരിലേക്ക് നിരന്തരമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു പുഴയുടെ പേരാണ് ജോർദാൻ. തീർച്ചയായിട്ടും ഈ ജോർദാനിൽ നിന്നാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കേണ്ടത്. അപ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാനിൽ നിന്ന് മടങ്ങി എന്ന് പറയുമ്പോൾ നമ്മൾ വായിക്കേണ്ട, പഠിക്കേണ്ട പാഠം ഇതാണ്: ഈശോ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച് ജനത്തിന് കൊടുക്കാനായിട്ട് ഒരുങ്ങി എന്നാണ് അർത്ഥം. ഒരർത്ഥത്തിൽ ഈ ജോർദാൻ നദിയായി തീരേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ജോർദാനിൽ നിന്നാണ് നമ്മൾ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിത്തിരിക്കേണ്ടത്. കാരണം ജോർദാൻ ഒഴുക്കിൻ്റെ സ്ഥലമാണ്. ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച് സഹോദരങ്ങളിലേക്കുള്ള ഒഴുക്കിൻ്റെ പ്രതീകമാണ് ജോർദാൻ. എന്നാൽ നേരെ മറിച്ച് നമ്മൾ ചാവുകടലിനെ കാണുന്നുണ്ട്. ചാവുകടല് ഭൂമിയുടെ സമുദ്രത്തിൻ്റെ ഉപരിതലത്തിൽ നിന്നും ആയിരക്കണക്കിന് അടി താഴെയുള്ള സ്ഥലമാണ്. അതിൻ്റെ അർത്ഥം നമ്മളെപ്പോഴും ഉയരത്തെ കണക്കാക്കുന്നത് സമുദ്രനിരപ്പിൻ്റെ ഉയരമാണ്. സമുദ്രനിരപ്പിനേക്കാൾ താഴ്ന്ന സ്ഥലത്തെക്കുറിച്ച് ബൈബിളിൽ 2 പ്രയോഗങ്ങളേ ഉള്ളൂ. ഒന്ന് ജോർദാനാണ്, മറ്റൊന്ന് ഈ ഒരു പട്ടണമാണ്, നമുക്കറിയാം, ജെറിക്കോ പട്ടണമാണ്. അപ്പോൾ ജെറിക്കോ പട്ടണം ജോർദാനിൽ നിന്ന് അല്പം മാത്രം താണാണ്. എന്നാൽ ഈ ചാവുകടല് സമുദ്രനിരപ്പിൽ നിന്നും ഒട്ടേറെ താണാണ്. അതിൻ്റെ അർത്ഥം ഇതാണ്: ചാവുകടലിൽ നിന്ന് ഒരു തുള്ളി വെള്ളം വേറെ ഒരിടത്തേക്കും പോകാനില്ല. കാരണം കടലിനേക്കാൾ താണ സ്ഥലത്ത് നിന്ന് പിന്നെ എങ്ങോട്ടാ ഒഴുക്കുള്ളത്? അപ്പോൾ ഒഴുക്കൊന്നുമില്ല, സ്വീകരിക്കൽ മാത്രമേ ഉള്ളൂ. സ്വീകരിക്കൽ മാത്രമായി കഴിഞ്ഞാൽ സത്യത്തിൽ അത് കെട്ടതാകും, ജീവനറ്റതാകും. വിത്തിൻ്റെ ഉപമ ഈശോ പറയുന്നുണ്ട്. വിത്ത് നിലത്ത് വീണ് കഴിഞ്ഞാൽ 2 സാധ്യതയാണ്. ഒന്ന്, അമിതമായി മണ്ണിൽ നിന്ന് ജലത്തെ സ്വീകരിക്കാം. അമിതമായി ജലത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ വിത്ത് ചീഞ്ഞ് നാറി അളിഞ്ഞ് ഇല്ലാതാകും. ഏതെങ്കിലും ഒരു വിത്ത് അമിതമായി ചൂടിനെ മണ്ണിൽ നിന്ന് സ്വീകരിച്ചാൽ
ആ വിത്ത് പൊള്ളിപ്പോകും. ഈ രണ്ട് സാധ്യതകളിൽ എന്തൊന്ന് അമിതമായി സ്വീകരിക്കുന്നുവോ ആ വിത്ത് മുളയ്ക്കാതെ പോകും. അതാണ് അവസാന റിസൾട്ടായിട്ട് വരിക. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളെ ഒരുപക്ഷെ ദൈവത്തിൽ നിന്നായിരിക്കാം, ഒരുപക്ഷെ സഹോദരങ്ങളിൽ നിന്നായിരിക്കാം അമിതമായി സ്വീകരിച്ച് മറ്റുള്ളവരിലേക്ക് ഒഴുക്കാതെ പോകുമ്പോൾ ചാവുകടലായി മാറും, ചത്ത വിത്തിന് തുല്യമായിട്ട് മാറും. വിത്താണോ ആവശ്യത്തിന് മാത്രം സ്വീകരിച്ച് മുകളിലേക്ക്, ഉന്നതങ്ങളിലേക്ക്, ദൈവത്തിലേക്ക് വളരേണ്ടവനാണ് മനുഷ്യൻ. അപ്പൊ അങ്ങനെയെങ്കിൽ ഈ ഭൂമിയുടെ പ്രത്യേകമായ കൃഷിസ്ഥലത്ത് കർഷകനായ ദൈവം തമ്പുരാൻ നാമാകുന്ന വിത്തിനെ എവിടെയെങ്കിലും നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ പരിധികൾക്കപ്പുറത്തേക്ക് സ്വീകരിക്കാൻ നിന്നു കഴിഞ്ഞാൽ ചീഞ്ഞളിഞ്ഞു പോകാനോ ഉണങ്ങി പൊട്ടച്ചു പോകാനോ സാധ്യതയുണ്ട്. അതിനപ്പുറത്തേക്ക് മിതമായ വിധത്തിൽ ദൈവത്തിൽ നിന്നായിക്കോട്ടെ മനുഷ്യരിൽ നിന്നായിക്കോട്ടെ മിതമായ വിധത്തിൽ സ്വീകരിക്കുകയും ആ കിട്ടിയ അളവ് കണക്ക് തിരിച്ച് മറ്റുള്ളവരിലേക്ക് ഒഴുക്കുകയും ചെയ്യുമ്പോൾ ജോർദാന്റെ അനുഭവത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കും. ക്രിസ്തു ജോർദാന്റെ അനുഭവത്തിൽ ജീവിച്ചവനാ. അതുകൊണ്ട് അവന് ദൈവപിതാവിൽ നിന്ന് കിട്ടിയ കൃപകളും അനുഗ്രഹങ്ങളും മറ്റുള്ളവരിലേക്ക് ഒഴുക്കി കടന്നുപോയവനാ. അതുകൊണ്ട് യേശുവിൻ്റെ ജീവിതത്തെ സുവിശേഷകൻ വിലയിരുത്തുന്നതാണ് അവൻ നാടുനീളെ നന്മ ചെയ്ത് കടന്നുപോയെന്ന. നാടുനീളെ നന്മ ചെയ്ത് കടന്നുപോയവൻ അവനിൽ നിന്നല്ല നന്മ ചെയ്തത്, ദൈവപിതാവിൻ്റെ ശക്തി കൊണ്ടാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ ജോർദാന്റെ അനുഭവത്തിലൂടെ ഈ നോമ്പുകാലത്തിൽ നമ്മൾ കടന്നു പോകേണ്ടതുണ്ട്. നോമ്പുകാലം നമ്മളെ ധ്യാനിപ്പിക്കേണ്ടത് ഇതാണ്: സ്വീകരിക്കുന്നതിനനുസരിച്ച് തന്നെ കൊടുക്കുക വേണം എന്നുള്ളത്. രണ്ടാമതായിട്ട് ഈ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു എന്നുള്ള രണ്ടാമത്തെ ചിന്ത നമ്മൾ നയിക്കേണ്ടത് അതാണ്. ഈ നോമ്പുകാലത്ത് പ്രത്യേകിച്ച് നമ്മുടെ വചനവായന 300 ദിവസങ്ങൾക്ക് അപ്പുറം കടന്നു പോകുമ്പോൾ ഈ വചനവായനയിൽ ഏർപ്പെട്ടിട്ടുള്ള വ്യക്തികൾ ഒട്ടേറെ പേരാ. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ഭാരതത്തിന്റെ നാനാഭാഗത്തു നിന്നും ഈ വചന ശുശ്രൂഷയിൽ ആയിരിക്കുന്നവരുണ്ട്. കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ളവര് വചന ശുശ്രൂഷയിലുണ്ട്. അധികം പേരില്ലെങ്കിലും ഉള്ളവര് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്. അപ്പോൾ ആത്മാവ് നിറഞ്ഞ് മരുഭൂമിയിലേക്ക് നയിക്കപ്പെടുക എന്നുള്ളത് തന്നെയാണ് ഈ വചന ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന നമ്മുടെ വലിയ വെല്ലുവിളി. സത്യത്തിൽ നമ്മൾ ഓരോ ഇടവകയിലോ ഓരോ സംഘടനയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനോടോ ഏതെങ്കിലും ഒരു വ്യക്തിയോടോ ഒക്കെ ഒന്ന് വചനം വായിക്കാവോ എന്ന് പറയുമ്പോൾ അവർക്കത്ര താല്പര്യം ഉണ്ടാകില്ല. കാരണം ഇതത്ര എളുപ്പമല്ല. ഇത് സമ്പന്നതയുടെ പച്ചപ്പിൽ ജീവിക്കുന്ന ഏതെങ്കിലുമൊക്കെ മരത്തിന്റെ ചോട്ടിൽ ഉറങ്ങുന്ന ഒരു ശൈലിയല്ല. വെള്ളമുള്ള സ്ഥലത്ത് ജീവിക്കുന്ന ശൈലിയല്ല. വൃക്ഷത്തിന്റെ തണലിൽ ജീവിക്കുന്ന ശൈലിയല്ല. കൃഷിയുള്ള കൃഷിഭൂമിയിൽ ജീവിക്കുന്ന ശൈലിയല്ല. നേരെ മറിച്ച് ഇത് മരുഭൂമിയിലെ ജീവിതാനുഭവമാണ്. മരുഭൂമിയിൽ ജീവിക്കാൻ ആർക്കും അത്ര താല്പര്യമില്ല. ഈ നോമ്പുകാലം മരുഭൂമിയിൽ ജീവിക്കേണ്ട കാലത്തെയാണ് ഓർമ്മപ്പെടുത്തുക. ഞാൻ ഈ അവസരത്തില് വചനവായനയിൽ 300 ദിവസങ്ങൾക്കിപ്പുറം നമ്മൾ ഇതിനെ ഈ ശുശ്രൂഷ ഒരൊറ്റ ദിവസം മുടങ്ങാതെ നമ്മൾ നടത്തി എന്നതിൽ ഒട്ടേറെ പേരുടെ മരുഭൂമി അനുഭവമാണ് ഇതുവരെ എത്തിച്ചിട്ടുള്ളത്. ഇനി തുടർന്നും അങ്ങോട്ട് ഈ മരുഭൂമി അനുഭവത്തിലൂടെ തന്നെയാണ് നമ്മൾ കടന്നു പോകേണ്ടത്. നമ്മളെ ആരും നമ്മുടെ സ്വാർത്ഥപരമായ താല്പര്യങ്ങളോ ആരെങ്കിലും നിർബന്ധിച്ചോ ഒന്നുമല്ല ഈ ശുശ്രൂഷയിൽ നമ്മളായിരിക്കുക. മറിച്ച് മരുഭൂമിയിലേക്ക് ആത്മാവ് നയിച്ചിട്ടാണ് വന്നത്. ഈ വചന ശുശ്രൂഷ വേദി മരുഭൂമിയുടെ അനുഭവമാണ്. ഇതിലേക്ക് നമ്മൾ ആരെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ അവരെ എത്തിച്ചത് ആത്മാവാണ് എന്ന ബോധ്യത്തിൽ വേണം ഈ ശുശ്രൂഷയിലായിരിക്കുക. ആത്മാവാണ് തീർച്ചയായിട്ടും രാവും പകലും ഈ 300 രാവും പകലും
ഈ ശുശ്രൂഷ മുടങ്ങാതെ കടന്നു പോകാനായിട്ടുള്ള കാരണം. ഇന്ന് CLC കുടുംബാംഗങ്ങള്, ലിസ്യു നഗറിലെ CLC കുടുംബാംഗങ്ങള് അവരുടെ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി പ്രാരംഭ കർമ്മം എന്നുള്ള നിലയിൽ, ഈ ഒരു മാസത്തെ കർമ്മം എന്നുള്ള നിലയിലാണ് ഈ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മരുഭൂമി അനുഭവത്തിലൂടെ കടന്നു പോകാൻ അത്ര പലർക്കും താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ ഏറെ ക്ലേശിച്ചാണ് ഈ ഒരു സംവിധാനം ഒരുക്കിയത്. എങ്കിലും ഏറെ താല്പര്യത്തോടുകൂടി ഇതിൻ്റെ അകത്ത് വന്നവരെ ദൈവത്തിന്റെ നാമത്തില് പരിശുദ്ധാത്മാവിന്റെ കൃപകളുടെ മധ്യസ്ഥതയിൽ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. ഈ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഇത് ആത്മാവ് നയിച്ചിട്ടാണ് ഈ മരുഭൂമിയിലേക്ക്, ഈ വചനവായനയുടെ മരുഭൂമിയിലേക്ക് നിങ്ങൾ എത്തിയിട്ടുള്ളത്. നിങ്ങളെ ഹാർദവമായി അഭിനന്ദിക്കുകയാണ്. മൂന്നാമതായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, 3 തരം പ്രലോഭനങ്ങൾ, 3 എണ്ണം എന്നൊരിക്കലും വിചാരിച്ചേക്കരുത്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, 3 പ്രലോഭനങ്ങളെ തമ്പുരാൻ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വിചാരിച്ചേക്കരുത്. 3 ടൈപ്പ് പ്രലോഭനങ്ങളാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ ഇന്നത്തെ വചനവായനയുടെ 13-ാമത്തെ വാക്യം വായിക്കണം. ആ വാക്യം ഇങ്ങനെയാണ്: അപ്പോൾ പിശാച് പ്രലോഭനങ്ങളെല്ലാം അവസാനിപ്പിച്ച് നിശ്ചിത കാലത്തേക്ക് അവനെ വിട്ടുപോയി. നിശ്ചിത കാലത്തേക്ക് വിട്ടുപോയി. അതിന്റെ അർത്ഥം പിന്നീട് ഒരിക്കലും പിശാച് അവനെ പ്രലോഭിപ്പിച്ചില്ല എന്നല്ല. ഒട്ടേറെ പ്രലോഭനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു കുഞ്ഞുദാഹരണം എടുക്കുക. യേശുവിനെ പത്രോസ് വലിയവനാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അവിടെ നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പത്രോസ് പറയുമ്പോൾ ഈശോ പറയുന്നുണ്ട്, സാത്താനെ ദൂരെ പോകും. അപ്പൊ പത്രോസിന്റെ രൂപത്തില് യേശുവിനെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി പിശാച് വന്നിരിക്കുകയും. അപ്പോൾ ഏറെ ആഴത്തിൽ ധ്യാനിക്കേണ്ടതാണ്. 3 പ്രലോഭനങ്ങളല്ല യേശുവിനുണ്ടായത്, മറിച്ച് 3 ടൈപ്പ് പ്രലോഭനങ്ങളാണ്. ആ 3 ടൈപ്പ് പ്രലോഭനങ്ങൾ, ഒന്ന് ഭൗതിക ആവശ്യത്തിന് വേണ്ടിയുള്ള പ്രലോഭനങ്ങൾ, ഭക്ഷണത്തിന്റെ പ്രലോഭനത്തിന്റെ സൂചന അതാ. രണ്ടാമത്തെ ടൈപ്പ് പ്രലോഭനങ്ങൾ മനസ്സിന്റെ തൃപ്തിക്കുള്ള പ്രലോഭനങ്ങൾ. അതെന്താണ്? നിനക്ക് വലിയ സ്ഥാനം കിട്ടും എന്നുള്ള പ്രലോഭനമാണ്. മൂന്നാമത്തേത് ആത്മീയതയുമായി ബന്ധപ്പെട്ടതാണ്, ആരാധനയുമായി ബന്ധപ്പെട്ടതാണ്. ആരാധനയ്ക്ക് ഉള്ള നമ്മുടെ സഭയിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ പിശാചിന്റെ ഇടപെടലാണ് എന്ന് തീർച്ചയായിട്ടും ഇതിനോടിലൂടെ ബന്ധപ്പെട്ട് വായിക്കണം. ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്രലോഭനത്തെ യേശു വചനം കൊണ്ടാണ് നേരിട്ടത്. ആ സമയത്തൊന്നും പിശാച് വചനം പറഞ്ഞില്ല. ശ്രദ്ധിക്കേണ്ടതാ. ഭൗതികമായ പ്രലോഭനങ്ങളിൽ വചനം പറഞ്ഞ് നമ്മളെ വഴിതെറ്റിക്കില്ല. നമ്മുടെ മാനസികമായ താല്പര്യങ്ങളെ വചനം പറഞ്ഞാലും പ്രലോഭിപ്പിക്കില്ല. പക്ഷേ നമ്മുടെ ആത്മീയതയെ വചനം പറഞ്ഞ് പ്രലോഭിപ്പിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇവിടെ പിശാച് മൂന്നാമത്തെ പ്രലോഭനം ദൈവവചനം എടുത്ത് പറഞ്ഞിട്ടാണ് പ്രലോഭനം ഉണ്ടാക്കുക. ഇന്നത്തെ സോഷ്യൽ മീഡിയകളിൽ വാദിയായിക്കോട്ടെ പ്രതിയായിക്കോട്ടെ 2 വിഭാഗവും അല്ലെങ്കിൽ 3 വിഭാഗവും അല്ലെങ്കിൽ അതിൽ കൂടുതൽ വിഭാഗങ്ങളും വചനം പറഞ്ഞിട്ട് തന്നെയാണ് ഈ വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടുന്നത്. ഇതിലേത് പിശാചെന്ന് തിരിച്ചറിയാനുള്ള വിവേകം നമുക്കുണ്ടാകണമെങ്കിൽ ദൈവത്തിന്റെ കൂടെ ആയിരിക്കണം. ദൈവത്തിന്റെ വചനം നമ്മുടെ ചങ്കിലുണ്ടാകണം. പ്രിയമുള്ളവരെ, ആത്മീയ പരീക്ഷണങ്ങളില്, ആത്മീയ സംഘർഷങ്ങളില് വചനം കൊണ്ടാണ് പിശാച് നേരിടുക. ഇതിനെയാണ് കുരിശിന്റെ വിശുദ്ധ യോഹന്നാൻ ഇരുട്ടിന്റെ രാത്രി എന്ന് വിശേഷിപ്പിക്കുക. കാരണം നന്മയിലും വചനമുണ്ടാകും, തിന്മയിലും വചനമുണ്ടാകും. തിരിച്ചറിയാനായിട്ട് വലിയ പാടാ. ഈ അവസരത്തില് തമ്പുരാനോട് നമുക്ക് നന്ദി പറയാം. വചനവായനയിലായിരിക്കുന്നവര് തീർച്ചയായിട്ടും ഈ ഒരു ദൈവീക ഭാവത്തില് ആയിരിക്കുന്നു എന്നുള്ളത്. വചനം കൊണ്ട് തന്നെയാണ് ക്രിസ്തു അതിനെ അഭിമുഖീകരിച്ചത്. അപ്പൊ വചനം കൊണ്ടുണ്ടാകുന്ന തിന്മയെ, വചനം കൊണ്ടുണ്ടാകുന്ന ആത്മീയ പ്രലോഭനങ്ങളെ, വചനം കൊണ്ടുണ്ടാകുന്ന സഭയിലെ ഉതപ്പുകളെ അഭിമുഖീകരിക്കാൻ ഒറ്റ മാർഗമുള്ളൂ, ഒരേ ഒരു മാർഗമേ ഉള്ളൂ. അത് വചനം മാത്രമാണ്. വായനയിലായിരിക്കുന്ന നമ്മൾക്ക് ഈ സഭയിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നും വലിയ പ്രശ്നമായിട്ടില്ല എന്നതിൽ ഞാൻ നിങ്ങളുടെ തുടക്കക്കാരൻ എന്നുള്ള നിലയിലും നിങ്ങളുടെ ആത്മീയ പിതാവ് എന്നുള്ള നിലയിലും
ഈ ദൈവകൃപ കൂട്ടായ്മയിലെ എല്ലാ അംഗങ്ങളെയും ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുക. കാരണം വചനം കൊണ്ടാണ് വാദിയും പ്രതിയും പിശാചും മാലാഹയും നമ്മുടെ മുമ്പിലായിരിക്കുക. ആ വചനത്തില് നമ്മൾ അടിയുറച്ചു നിൽക്കുമ്പോൾ ക്രിസ്തു പൊരുതി വിജയിച്ച വചനം നമ്മൾ മുറുകെ പിടിക്കേണ്ടതുണ്ട്. വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് തന്നെ വചനത്തിൻ്റെ പിശാചുകളെ നമുക്ക് കൊല്ലേണ്ടതുണ്ട്. വചനത്തിൻ്റെ പിശാചുകളെ, ദൈവവചനത്തിൻ്റെ പിശാചുകളുണ്ട് എന്ന് നമ്മൾ പഠിക്കണം. ഈ നോമ്പുകാലത്ത് പരിശുദ്ധാത്മാവിനാൽ നിറയാൻ, ഈ നോമ്പുകാലത്ത് പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ, വചനം കൊണ്ട് അതിജീവിക്കാൻ ഉള്ള കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.